നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇന്ന് അൽ ഇത്തിഹാദും അൽ നസറും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അൽ നസറിൻ്റെ നിരയിലെ സൂപ്പർ താരം സാദിയോ മാനെ ഉണ്ടാകും. അൽ ഇത്തിഹാദിൻ്റെ ടീമിലാവട്ടെ ബ്രസീലിയൻ താരം ഫാബിഞ്ഞോ ഉണ്ടാകും. ഒരുമിച്ച് ലിവർപൂളിൽ കളിച്ചിട്ടുള്ളവരാണ് ഈ രണ്ട് താരങ്ങൾ. ലിവർപൂൾ വിട്ടതിന് ശേഷം ബയൺ മ്യൂണിക്കിൽ പോയി അവിടെ നിന്നാണ് സാദിയോ മാനെ അൽ നസറിലേക്ക് എത്തിയത്. അൽ നസറിലേക്ക് എത്തിയ ശേഷം തൻ്റെ മുൻകാല ലിവർപൂൾ സഹതാരങ്ങളുടെ ടീമുകളുമായിട്ട് ഏറ്റുമുട്ടിയപ്പോഴൊക്കെ വിജയം വരിച്ചു സാദിയോ മാനെ. അതിന്നും തുടരുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. AFC ചാമ്പ്യൻസ് ലീഗിൽ ഫിലിപ്പെ കുട്ടീഞ്ഞോ കളിച്ച ഖത്തരി ക്ലബിനെ അൽ നസർ പരാജയപ്പെടുത്തി. അന്ന് ഫിലിപ്പെ കുട്ടീഞ്ഞോയെ തോൽപ്പിച്ചു സാദിയോ മാനെ. പിന്നെ റോബർട്ടോ ഫെർമിനോയെ തോൽപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അൽ അഹ്ലിക്ക് വേണ്ടിയാണ് റോബർട്ടോ ഫെർമിനോ കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടീമിനെ തോൽപ്പിച്ചു. ജോർഡൻ ഹെൻഡേഴ്സൺ അൽ ഇത്തിഫാക്കിൽ കളിക്കുന്നു. ഇത്തിഫാക്കിനെ അൽ നസർ പരാജയപ്പെടുന്നത് കണ്ടു. അതുപോലെ ജോർജിനോ വൈനാൾഡമിനെ പരാജയപ്പെടുന്നത് കണ്ടു. തൻ്റെ മുൻ ലിവർപൂൾ സഹതാരങ്ങളെ ഓരോന്നായിട്ട് പരാജയപ്പെടുത്തി വരുന്ന സാദിയോ മാനെ ഇന്നത്തെ ദിവസം ഫാബിഞ്ഞോ അടങ്ങുന്ന അൽ ഇത്തിഹാദിനെ പരാജയപ്പെടുത്തുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഏതായാലും സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അൽ നസർ ഇപ്പോൾ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അൽ ഹിലാലുമായിട്ട് 10 പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്. 1ാം സ്ഥാനത്താണ് അൽ ഹിലാൽ. ശ്രദ്ധിക്കേണ്ട കാര്യം, അൽ ഹിലാലിനേക്കാൾ ഒരു കളി കുറച്ചേ അൽ നസർ കളിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും നല്ല വ്യത്യാസമുണ്ട്. ഇന്ന് അൽ ഇത്തിഹാദിനോടെങ്ങാനും തോറ്റാൽ ഇത്തവണത്തെ കിരീട സാധ്യത പോലും അൽ നസറിന് വല്ലാതെ മങ്ങിപ്പോവും. അതുകൊണ്ട് പോയിന്റ് ഡ്രോപ്പ് ആവാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു കടുത്ത പോരാട്ടം തന്നെ ഇന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.